കിഡ്നിയിലോട്ട് നമ്മുടെ ലേസർ അടിക്കാൻ, നമ്മുടെ മുഖം ഇങ്ങനെ വീർപ്പിക്കാൻ. അപ്പം 50 വയസ്സായി പോലും. അതുകൊണ്ട് നമ്മുടെ മുഖത്തോട്ട് ലേസർ അടിക്കണമെന്നൊന്ന് ഇവനാരോ നമുക്ക് 50 വയസ്സായോ മറ്റേതാണോ മറിച്ചേതാണോ എന്നൊക്കെ ഇവൻ പറയുന്നത്. 50 വയസ്സായതുകൊണ്ട് ഇവന് ലേസർ അടിക്കാനുള്ളതാണ് നമ്മുടെ മുഖം. ഇവന്മാർക്ക് ലേസർ അടിക്കാനുള്ളതാണോ നമ്മുടെ ദേഹവും മുഖവും ഒക്കെ? ഇവന്മാർക്ക് തോന്നിയാസം കാണിക്കാനുള്ളതാണോ നമ്മുടെ ദേഹവും മുഖമൊക്കെ? ഇവന്മാരാണോ നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് തീരുമാനിക്കുന്നത് തോന്നിയാസവും കൊണ്ട്? കുറേ അവന്മാരിങ്ങനെ നടക്കുക, കുറേ ഇങ്ങനെ അങ്ങ് നടപ്പാ അങ്ങ് കയറിയിരുന്ന ഇങ്ങനെ ലേസർ അടിയാ ജോലി അവിടെ എവിടെയും കയറിയിരുന്ന്. ഫോണും പിടിച്ച് ലേസറുമായിട്ട് നടപ്പാ കുറേ എണ്ണങ്ങളിങ്ങനെ. കുറേ കഥകളും ഉണ്ടാക്കി പെണ്ണുങ്ങളെക്കുറിച്ച്. SNDP-ക്കകത്തും അവിടെ ഇവിടെയൊക്കെ കുറേ അവന്മാരും വന്നിരിക്കും ഇങ്ങനെ. അവന്മാരും പെണ്ണുങ്ങളെക്കുറിച്ച് കഥയുണ്ടാക്കല ജോലി. ഇതപ്പം ഇവിടെ നല്ല സദാനന്ദ മന്ദിരത്തിൽ നിന്നുള്ള പരിപാടികളായിരിക്കും. അല്ല ഇതിനകത്ത് വല്ലവരും കയറി പമ്മിയിരിപ്പുണ്ടോയെന്ന് അറിയാനൊക്കത്തില്ല. ഇങ്ങനെ പലയിടത്ത് വന്ന് കയറി ഇരുന്നുകൊണ്ട് ഇങ്ങനെ പല പല പരിപാടികളാണ്. കുറേ അവന്മാരെ കയറ്റി ഇങ്ങനെ വെച്ചിരിക്കുന്നത് നമുക്കറിയാനൊക്കെ വീടുകളിൽ. ഇങ്ങനെ വന്നിരിക്കുക, ലേസർ അടിയാണ്. കുറേ അവൾ മറയും ജോലി ലേസർ അടിയായിട്ടിരിക്കുക. ചോറുണ്ടമ്മേ? നോക്കുമായിരുന്നു എവിടാ ലേസർ അടി എന്നുള്ളത്. എവിടെ? അപ്പം ഇവിടെ അടുത്തു നിന്നാ സദാനന്ദ മന്ദിരത്തിൽ നിന്നായിരിക്കും. അല്ലാതെ സദാനന്ദ മന്ദിരത്തിൽ നിന്നുള്ള അടിയാണ്. സദാനന്ദ മന്ദിരക്കാരാണ് ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുന്നത്. 50 വയസ്സായതുകൊണ്ട് എൻ്റെ മോന്തയ്ക്കോട്ട് 50 വയസ്സായി പോലും. അതുകൊണ്ട് എൻ്റെ മോന്തയ്ക്കോട്ട് ലേസർ അടിക്കുമോ? ഉമ്മാരാണ് എൻ്റെ മോന്തയ്ക്കോട്ട് ലേസർ അടിക്കാൻ, എൻ്റെ ദേഹത്തോട്ടൊക്കെ ലേസർ അടിച്ച് ഇതാക്കാൻ പല പല വേലകളുമായിട്ട് നടക്കുക. ലേസർ അടി, ഹീറ്റ് വേവ് പോലും ഇവിടെ കേരളത്തിൽ ഹീറ്റ് വേവ് ഉണ്ടോ? ഹീറ്റ് വേവ് പല പല ഇതാ ഹീറ്റ് വേവ്. വലിയ ചൂട് കാറ്റ് പോലും കേരളത്തിലെവിടുന്നാ ചൂട് കാറ്റ്? ഇവിടെ നമ്മുടെ ചൂട് കാറ്റ് പോവുക ചെയ്യുന്നത് കേരളത്തിൽ. ചൂട് കാറ്റൊന്നും കേരളത്തിലില്ല. പല പല ഇതാ ഇവന്മാർക്ക്. AQI എന്തെല്ലാം വേലകളാ. എയർ ക്വാളിറ്റി ഇൻഡെക്സ്, എയറിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. ചുമ്മാ കുറേ അവന്മാരിങ്ങനെ കുറേ സാധനമായിട്ട് നടക്കുക. ഇങ്ങനെ എന്തുവാ അമോണിയം നൈട്രേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അവന്മാരെ പിടിക്കുന്നില്ലയോ? ഇങ്ങനെയൊക്കെയുള്ള കുറേ വിഷങ്ങളുമായിട്ട് നടന്നേച്ച് ഇതെല്ലാം എങ്ങനെയൊക്കെയോ ഇവന്മാർ അന്തരീക്ഷത്തിലൊക്കെ പറത്തി വിടുക ജോലി ഇപ്പം. എന്നിട്ടാണ് പറയുന്നത് AQI. അവിടെ ഉണ്ട് വെളിച്ചം. ഇങ്ങനെ വെളിച്ചമുണ്ടോ എൻ്റെ വീട്ടിൽ? വെളിച്ചമുണ്ടോ എൻ്റെ മുറിക്കകത്ത്? അവനായിരിക്കും പരിപാടി. അപ്പം കുറേ എണ്ണം ഇങ്ങനെ കയറിയിരുന്ന് പരിപാടികളാണ്. എന്തുവാമേ 9:56 8 പോന്നു. അല്ല 9 അല്ല, എന്തുവാ 7:56. ഇന്ന് 1 ഫെബ്രുവരി. ഇന്ന് ഫെബ്രുവരി 1 അല്ലയോ? 7:56 എന്ന് വെച്ചാൽ 8 ആയി. ഇല്ലില്ല, അവിടെ ആരുമില്ല. ഞാൻ പോയി നോക്കിയതാ എവിടാന്നൊന്നും അറിയണമല്ലോ. അപ്പം ഇവൻ സദാനന്ദ മന്ദിരത്തിക്കാരാ അപ്പം അടിയുമായിട്ട് നടക്കുന്നത്. ശീലനും കൂലനും എല്ലാം കയറിയിരുന്നങ്ങ് അടിയാ. അവൻ ഫോണും കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ 3 എണ്ണേ ഉള്ളു. സോമച്ചാരും നങ്കിളിയുടെ മോനും പിന്നെ കൃഷ്ണ ബസിൻ്റെ അവിടുത്തെ ഒരവനും കൂടി ഇങ്ങനെ വെളിയിൽ നിന്ന് വർത്താനം പറയുന്നത്. ഈ 3 എണ്ണവും കൂടെ. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ശീലച്ചാരി പുറത്തിറങ്ങി വരുന്നു.
അപ്പം അവൻ ഫോണും കൊണ്ട് അകത്തിരിപ്പായിരുന്നു ജോലി. വന്ന് അകത്തിങ്ങനെ ഇതിനകത്ത് കയറി ഇരിക്കുക, മുറിക്കകത്ത്. പണ്ടത്തൊന്നും ഇല്ലാത്ത ഇതാ, ഇങ്ങനെ മുറിക്കകത്ത് വന്നും കയറി ഇരിപ്പം. എന്തുവാന്ന് ഇങ്ങനെ മുറിക്കകത്ത് കയറി എപ്പോഴും ഇരിക്കുന്നത്? SNDP-യിലെ മുറിക്കകത്ത് ഇങ്ങനെ. പണ്ടൊന്നും ഓരോവനും വന്ന് ഇവിടെ ഒന്നും ഇരിക്കത്തില്ലായിരുന്നു. പണ്ട് ആരെയും കാണത്തില്ല. ഇപ്പം കുറേ അവന്മാരിങ്ങനെ വന്ന് കയറി പണിയൊന്നും ഇല്ല, അതിനകത്ത് കയറി അങ്ങ് ഇരിപ്പാ. 323 നമ്പർ SNDP. കുറേ ഇത് അവന്മാരെവിടെ വന്നിരിക്കുന്നത്? നമ്മളെക്കുറിച്ച് കഥയുണ്ടാക്കണ്ട. എൻ്റെ മണ്ടയ്ക്കോട്ട് ലേസർ അടിക്കാനൊക്കത്തില്ല ഏരവനായാലും.